ഹലോ ഗൈസ്, എല്ലാവർക്കും മൈൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ദിവസത്തിലേക്ക് സ്വാഗതം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു മനോഹരമല്ലാത്ത ഒരു ചള്ളു ദിവസമാണ്. ഞാൻ ഇന്ന് കളിച്ചു ഗൈസ് മൈൻഡ് ക്രാഫ്റ്റിൽ. പണ്ട് ഞാൻ കഷ്ടപ്പെട്ട് എല്ലാം ആക്കി എടുത്തിട്ട് ഞാൻ എല്ലാ സാധനവും എൻ്റെ അവിടെ ഡ്രോപ്പായി പോയി. അവസാനം നിങ്ങൾക്ക് കാണാൻ കഴിയും ഗൈസ്. അപ്പം നമുക്ക് വില്ലേജേഴ്സിൻ്റെ അടുത്ത് പോകാം. ഒരു വീട് പണിയാം ഗൈസ്. അല്ല വുഡെല്ലാം പിക്കാക്സ് എല്ലാം ഉണ്ടാക്കി നമുക്ക് ഒരു വീട് പണി. ഇന്ന് തന്നെ ഒരു വീട് പരിപാടി തീർക്കണം. എന്നിട്ട് മതി ഗൈസ് ബാക്കി. ഹെൽത്ത് കുറയാ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം. ഇത് മുറിച്ചിട് മുനീറ കണ്ടിന്യൂ ട്രയൽ ഗൈസ്. ഇത് മൈൻഡ് ക്രാഫ്റ്റ് ബെഡ് റോക്ക് വേർഷനാണ് ഗൈസ്. ബെഡ് റോക്ക് അവർ എന്നോടിപ്പോൾ ചോദിച്ചത് ജാവ കളിക്കണമെന്നാണ് ഗൈസ് ചോദിച്ചത്. ജാവ ഒന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ബെഡ് റോക്ക് മതി ഗൈസ്. നിങ്ങൾക്ക് ബെഡ് റോക്കാണോ ജാവ ആണോ ഇഷ്ടം? നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബെഡ് റോക്കോ ജാവ ചിലപ്പോൾ കളിക്കാൻ പറ്റത്തില്ല. ജാവ ഞാൻ കളിക്കത്തില്ല. ഇഷ്ടമുള്ളതെന്നാൽ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഇപ്പോൾ ചേർക്കുന്ന ബെല്ലൈക്കൺ ഇങ്ങനെ അടിച്ചേക്കണം കേട്ടോ ഗൈസ്. അത് അപ്പുറത്തെ വീട്ടിൽ ഏതോ ചെറുക്കം വന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ അവനെ ഓടിപ്പോയി തിരിച്ച്. ഗൈസ് നമുക്കിത് മൊത്തം പൊളിച്ചെടുക്കാം. കുറേ വുഡ് എടുക്കാം. കുറേ വുഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ വുഡ് എടുക്കാൻ ഇനി കുറേ നേരം എടുക്കുമല്ലോ. പക്ഷേ മൈൻഡ് ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ ഇത് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മൾ വുഡെല്ലാം പൊളിച്ചെടുത്ത് വിഷയമായിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ ബേബി യെല്ലോയുടെ ഈ സെക്കൻഡ് പാർട്ട് ഞാൻ നാളെ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് പ്ലാങ്ക് എടുക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളും ഒക്കെ ഉണ്ടാക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരെണ്ണം. ആ ക്രാഫ്റ്റിംഗ് ടേബിൾ കൊണ്ട് നമുക്ക് പിക്കാക്സും എല്ലാം ഉണ്ടാക്കാം. പിക്കാക്സ് ഉണ്ടാക്കാൻ എവിടെയെങ്കിലും കൊണ്ട് വെക്കണ്ടേ? ഇവിടെ ഇപ്പോൾ വെച്ച് ഇനി പിക്കാക്സ് ഉണ്ടാക്കാൻ നോക്കാം ഗൈസ്. നമുക്ക് സെർച്ച് ചെയ്യാം എവിടെ പിക്കാക്സ് ഉള്ള. എല്ലാത്തിലും നെക്കി നോക്കിയാലോ. ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ സെർച്ച് ചെയ്ത് എവിടെ ഇത് സെർച്ച് ചെയ്ത് കണ്ട് ഇത് വേറെ എല്ലാം നമുക്ക് നോക്കാം. ഇത് PICK 2 സ്റ്റിക്ക് വേണം. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കുകയാണ് മൈൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു ക്രിയേറ്റീവ് വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്തേക്കണം. അല്ലെങ്കിൽ സർവൈവൽ വേണമെങ്കിൽ സർവൈവൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഇങ്ങനെ നടിച്ചേക്കണം. അല്ലാതെ ചുമ്മാ നിങ്ങൾക്ക് നോക്കിയിരിക്കുള്ളതല്ല. പിന്നെ ഞാനാണെങ്കിൽ GTA 5 കോപ്പി വീഡിയോസ് ഇടുന്നതായിരിക്കും. അതും GTA 5 പോലത്തെ. ഈ GTA 5 എന്ന് വെച്ചാൽ ഈ GTA 5 കുറേ കോപ്പീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഞാൻ നാളെ ഇടുന്നത്, നാളെ കഴിഞ്ഞ് എപ്പോഴേലും ഇടുന്നതായിരിക്കും. ആർമറും ഇല്ല. ഇതെന്താ ബുക്കെല്ലാം വരുന്ന അടുത്ത ആർമറില്ല. സ്പിയറെല്ലാം ഉണ്ടാക്കി. സ്പിയറിൻ്റെ ഉപകാരം എന്താണെന്ന് അറിയത്തില്ല എനിക്ക്. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ മാറ്റുമായിരുന്നെങ്കിൽ വേറെ വെറൈറ്റി ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കുമായിരുന്നെങ്കിൽ നല്ല കൊല്ലേ. നമുക്ക് ഇന്നത്തെ 2 മട്ടൻ വേണം. മട്ടൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാടെ ക്ഷമിക്കണം. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലാ ശഫീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇതെന്താ ഇത്? വാട്ട് ഈസ് ദിസ്? ചാടാനൊന്നിനും പറ്റുന്നില്ല. ഇവിടെ എഴുതുന്നു ഞാൻ. വാട്ട് ഈസ് ദിസ് ഹാപ്പനിങ് ഇൻ ഹിയർ ബ്രോസ്കി? ഗായ്സ് ഞാൻ വെറുതെ അല്ല ഇവിടെ നിന്ന് സൗണ്ട് ആക്കുന്നത്.
കൊച്ചു ബീക്കരി ഉണ്ട്. കൊച്ചു ബീക്കരി ഉണ്ട്. ഓടിക്കും. കൊച്ചു ബീക്കരി വന്നെൻ്റെ മുട്ടി. പോടാ ചള്ളി ഇച്ചിച്ച് കൊള്ളൂല. പോ ഞാൻ വന്ന് മുട്ടുന്നു. ഇവിടെ ചാടുമ്പോൾ ചത്ത് എല്ലാവരും ചത്ത്. ഞാൻ ചുമ്മാ റൊട്ടേറ്റ് ചെയ്ത് വന്ന് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പോൾ എല്ലാവരും ചത്ത്. പിന്നെ മുതൽ അങ്ങനെ ചെയ്താൽ മതി ഗൈസ്. അത് നേരത്തെ പഠിച്ചത് ഇതാണ്. ഇതെന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. ഇത് ഞാൻ എന്താണെന്ന് അവസാനം പറയുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റും ചെയ്തേക്കണം ഇതെന്താന്ന്. പിന്നെ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ പിന്നെ ഇതിനകത്തിനാണ് കാണുന്നേ. അല്ല അങ്ങനെയൊന്നുമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കാണണം. അല്ലെങ്കിൽ എനിക്ക് സങ്കടമാവും. സങ്കടം. നമുക്കിവിടെ വീട് പണി തുടങ്ങാം. വീട് പണിയാണ് ഗൈസ്. നമ്മുടെ ഇന്ന് പെരവാസ്തുലിയാണ് ഗൈസ്. എൻ്റെ പെരവാസ്തുലിക്ക് എല്ലാവരും വരണം. പെരവാസ്തുലിക്ക് വീട് തന്നെ ഫസ്റ്റേ തപ്പം ബെഡ് ആയി ഗൈസ്. അവിടെ കൂടെ പഠിച്ചേക്കുമ്പോൾ ബെഡ് പൊട്ടിക്കുന്ന പോലെ ഗൈസ്. ആരെങ്കിലും ബെഡ് പൊട്ടിച്ചിട്ടുണ്ടോ ഗൈസ്? ഈ മൈൻക്രാഫ്റ്റിൽ ഉറക്കം വന്നു ഗൈസ്. അതാ ആരെങ്കിലും ബെഡ് പൊട്ടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം എന്നാൽ ശരി. ചുമ്മാ ഇപ്പോഴത്തെ വീഡിയോ തന്നിട്ടോ ചുമ്മാ പറഞ്ഞാണ്. നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ടോ ഗൈസ്. ഇന്നത്തെ എൻ്റെ ലക്കും ഒക്കെ ആയിരുന്നു ഗൈസ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇന്നലെ എനിക്ക് ഒട്ടും ലക്കില്ലായിരുന്നു ഗൈസ്. ഫ്രീ ഫയറിൻ്റെ ഒരു ലോങ് വോൾഫ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ടൈല് മൊത്തം പൊളിക്കാം, അല്ല ഡേർട്ട് മൊത്തം പൊളിക്കാം. ഇതൊരു 40 ഡേർട്ട് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അല്ല ഗ്രാസ് പൊളിച്ചിട്ട് ഡേർട്ട് പൊളിച്ചാൽ മതി. സോറക്കം ഗൈസ്. ഇപ്പം രാവിലെ എത്ര മണിയാണെന്ന് ഞാൻ പറയാവേ. രാവിലെ 8 മണിയായ രാവിലെ. ശരിക്കും അവധിക്കൊക്കെ ഞാൻ 9 മണിക്ക് 7 മണിക്കൊക്കെ 7 മണിയല്ല 9 മണിക്കൊക്കെ എഴുന്നേക്കുന്നത്. 8 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് ഉറക്ക ക്ഷീണമാണ് വയസ്സ്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റാണ് വയസ്സ്. പിന്നെ മാക്സ്മോ ഗെയിമിംഗ് എന്ന് പറയുന്നൊരു ഗെയിമിംഗ് ഉണ്ട്. അത് കാണുന്നവർ പലവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുമായിരിക്കും. അവരെയും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണം. എൻ്റെ മൈൻക്രാഫ്റ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് കളിച്ചിരിക്കുന്നത്. പിക്കാക്സും കൊണ്ട് ഒട്ടിക്കാം. ഗൈസ് എനിക്ക് മൈൻക്രാഫ്റ്റ് ഇച്ചിരിയൊക്കെ കളിക്കാൻ അറിയത്തുള്ളൂ. ഞാൻ ഇതൊക്കെ യൂട്യൂബിൽ കണ്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വല്ല അതിൻ്റെ പേരും മറന്നുപോയി. എന്തായിരുന്നു? നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. വേറെ എന്തോ ഞാൻ പറയാമെന്ന് മറന്നുപോയി. എന്താ ഗൈസ് നിങ്ങൾ കണ്ടോ ഗൈസ്? ഞാൻ ഇച്ചിരി നേരം മിണ്ടാതിരിക്കുക. എനിക്ക് ഉറക്കം വരുന്നത് അതുകൊണ്ടാണ്. അല്ലോ അതാരേ ഓളോ ക്രീപ്പർ മര്യാദയ്ക്ക് പണിത് വരുമായിരുന്നു. അപ്പോഴത്തേക്ക് ക്രീപ്പറിൻ്റെ ഒരു വരവ് അങ്ങോട്ട് പണിത് നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറേ ഡേർട്ടുണ്ടല്ലോ. നമ്മുടെ അടുത്ത് ചെസ്റ്റിനകത്ത് കാണും നമ്മുടെ ഡേർട്ട് മൊത്തവും. ഈ ഡേർട്ട് മൊത്തം എടുത്തിട്ട് ചെസ്റ്റ് തുറന്ന് നോക്കിയാൽ മതി, മൊത്തവും ഡേർട്ടായിരിക്കും. ഇവിടെ ഒരു 40 ഡേർട്ടൊക്കെ ഉണ്ടായി കാണുമല്ലേ. ഞാൻ ഒരു സംഭവം തന്നെ ഗൈസ്. മാക്സ്മോ ഗെയിമിങ് 60 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്ക് വെറും 38 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എനിക്കുമൊക്കെ അത്രയും സബ്സ്ക്രൈബേഴ്സ് ആവാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. 40 ഉറക്കി 40 ഉണ്ട്. എന്നാലും 40 തന്നെ അവിടെ നിന്ന് വന്നെന്ന്. അത് എന്തെങ്കിലും ആവട്ടെ, നമുക്കിവിടെ പണിയാം. പണിയേ രാത്രിയാവുന്നു. ഇപ്പോൾ വല്ല സ്പൈഡർമാൻ തന്നെ കൊത്തുമായിരിക്കും.
കൊത്താതെ ഇരുന്നാൽ മതി. ഇവിടെ വഴി അവിടെ എവിടെയാന്ന് പറയുമ്പോൾ അവിടെ എവിടെയെങ്കിലും വെയ്. അല്ല സ്പൈഡർ പറഞ്ഞ് നാക്കെടുത്തതുപോലെ സ്പൈഡർ വരുന്നു. ഓടിക്കോ മച്ചാനെ ഓടിച്ചോ. ഓടിക്കോ സ്പീഡിൽ പറപ്പിച്ചോട്ടോ. അവിടെ ബെഡിട്ടോ. സ്പൈഡർ പുറകെ ഉണ്ട്. ഉറങ്ങ സ്പൈഡർ കൊത്തുന്നു. ഓടിക്കോ. ഭാഗ്യം ഗൈസ്, ഇപ്പോൾ ഒരാശ്വാസമായ ലീവ് ബെഡ് അറിയാതെ പോലും പൊട്ടിച്ചെടു ഗൈസ്. നമുക്കപ്പം ഹാർട്ട് നോക്കടേ. നമ്മുടെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യുക. ഇവിടെ ഒന്നും വേണ്ട റീസ്പോൺ പോയിന്റ് ഗൈസ്. നമ്മൾ ഡാർട്ടെല്ലാം അടച്ച് സെറ്റായി വിഷയമായി എല്ലാം ആയിട്ടുണ്ട്. ഡാർട്ടൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. വല്ല സോംബിയും വരാതിരുന്നാൽ മതി. സോംബി ആ ഇട്ടത്ത് കയറിയിരിക്കും, അതുകൊണ്ടൊന്നും പറ്റുമല്ല. ഇനി അവിടെ മതി. ഇതിനെ കയറ്റി വെക്കാം. നമ്മളപ്പോൾ വെച്ചോണ്ടിരിക്കുക. ഇത് തീർന്ന് ഇനി പോയി വുഡ് എടുക്കാം. വുഡൻ ആക്സും ഉണ്ട്. പിക്കാക്സ് എന്തൊക്കെ ആക്സ് അല്ലേ? പിക്കാക്സ്, വുഡൻ ആക്സ്, സോഡ് ആക്സ് എന്നായിരുന്നെങ്കിൽ എന്തോ ഒരു ആക്സായി ഗെയിമിനകത്തുള്ള. പിന്നെ നിങ്ങൾക്ക് ഈ മൈൻക്രാഫ്റ്റിലത്തെ ഏറ്റവും ഇഷ്ടമുള്ള വെപ്പൺ ഏതാണെന്ന് പറഞ്ഞേക്കണം. അത് കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ ഗൈസ്, ഒറിജിനൽ മൈൻക്രാഫ്റ്റ് ഞാൻ ചിലപ്പോൾ കളിക്കുന്നതായിരിക്കും. ഇത് ട്രയലാണ് ഗൈസ്. ചുമ്മാ ഞാൻ ബെഡ് റോക്കെന്നെല്ലാം ചുമ്മാ തള്ളിയതല്ലേ ഗൈസ്. ഒറിജിനൽ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഗൈസ്. ചിലപ്പോൾ എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ താമസിച്ച് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ വരത്തില്ല. പല കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ എക്സാം റിസൾട്ട് അറിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എക്സാമിൽ തോറ്റെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലെല്ലാം നിർത്തും. ഡമ്മി പറഞ്ഞതാണ് ഗൈസ്. അപ്പം നമുക്ക് ഈ ചിക്കനെ കൊന്നിട്ട്, ചിക്കനില്ല കൊല്ലണ്ട, വേറെ വല്ലതിന് നമുക്ക് മറ്റേ ചിക്കനും മറ്റേ മട്ടനും എടുത്ത് തിന്നാം. ചിക്കനും മട്ടനും അത് രണ്ടും എടുത്ത് അതെടുത്തിട്ടില്ല. അപ്പോൾ മോതിരം അതോ ചിക്കനും മട്ടനും എടുത്ത് രണ്ട് മട്ടൻ തിന്നോ. ചിക്കൻ ഫസ്റ്റ് ഞാൻ റോ ചിക്കനോ ഗൈസ്. എന്തോ പോയിസൺ പിടിക്കാതിരുന്നാൽ മതി. മട്ടൻ ഒരു മട്ടനും കൂടെ ഉണ്ട്. റോയാ ഗൈസ്, അല്ലാതെ നമ്മൾ പൊരിച്ചിട്ടില്ല. പൊരിക്കാൻ എന്തോ സാധനമെല്ലാം വെക്കണ്ടേ, അതൊന്നും നമ്മുടെ കയ്യിലില്ല. നമുക്ക് കുറേ ഓക്ക് വുഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ നടിച്ചേക്കണം. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയുടെ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഗൈസ്. ഇപ്പോൾ തീർന്നിട്ടില്ല, ഇപ്പോൾ തീരും. അപ്പോൾ ഗൈസ്, നമ്മൾ നിലം മൊത്തം ഇട്ടിട്ടുണ്ട്, പരവാസൂലിയ തറ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയോട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഗൈസ്. നമ്മൾ ഇനി മൈൻക്രാഫ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഇപ്പുറത്ത് ബെല്ലൈക്കൺ ഒന്ന് അടിച്ചേക്കണം. അപ്പോൾ ഗൈസ്, പീസാ. അപ്പം പറയണം, പിന്നെ പറയാം. അപ്പം തീരാറായി, 14 മിനിറ്റേ ഉള്ളൂ. അതാ. അപ്പം ഗൈസ് നിങ്ങൾ കണ്ടോ ഗൈസ്, നമ്മൾ പകുതിയോളം പണിതിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടാം. അത് വെബിനിയലിൻ്റെ വേണം, മൈൻക്രാഫ്റ്റിൻ്റെ വേണമെന്ന് പറയണം ഗൈസ്. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, പീസ് തീരുന്നില്ല. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ഗൈസ്. അപ്പോൾ പീസ് ഔട്ട്.